വില്ലേജ് റോഡിലെ രക്ഷാപ്രവർത്തനം ഇന്നാണ് വളരെ കാര്യക്ഷമമായി കൂടുതൽ യന്ത്രങ്ങളും എല്ലാം എത്തി നടക്കുന്നത്. ഇന്ന് രാവിലെ മാത്രം 2 മൃതദേഹങ്ങൾ ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തകരോട് നമുക്ക് സംസാരിക്കാം. ശരിക്കും ഇവിടെ ഇന്നലെ യന്ത്രഭാഗങ്ങളും എത്തിയിട്ടില്ല, വലിയൊരു സെർച്ചിലേക്ക് ഇവിടെ വന്നിട്ടില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയാം, വൈകുന്നേരത്തോടുകൂടി 4 JCB വന്നത്. നമുക്ക് ഒരു 6 മണി വരെ മാത്രമേ വർക്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. നല്ല ശക്തമായ മഴയായിരുന്നു, അതുകൊണ്ട് നമ്മളത് നിർത്തിപ്പോവുകയാണ് ചെയ്തത്. ഇന്നും ഇപ്പോൾ എന്ത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യത്യസ്തമായി കൊണ്ട് സേനയും മറ്റ് ടീമുകളൊക്കെ എത്തിക്കഴിഞ്ഞു, സർക്കാർ സംവിധാനങ്ങളൊക്കെ. അത് നമുക്ക് കൂടുതൽ എളുപ്പമാകുന്നുണ്ട് അവിടെ പ്രവർത്തനങ്ങളും. അതുപോലെ ഡോഗ് സ്ക്വാഡ് ഇവിടെ ഇതൊക്കെ മരങ്ങൾ മുഴുവൻ മാറ്റിയാൽ ഒരുപാട് കണ്ടെത്താൻ സാധ്യതയുണ്ട് അല്ലേ? തീർച്ചയായും. കാരണം ഇവിടെ ഈ കാണുന്ന സ്ഥലം, ഇത് ചെറിയൊരു ഭാഗം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഇതിൻ്റെ അപ്പുറത്ത് ചെറിയൊരു തോടാണ്. ആ തോടിൻ്റെ അപ്പുറത്ത് ഏകദേശം 1.5 ആളുടെ ഹൈറ്റിൽ ചളി കെട്ടി കിടക്കുന്നുണ്ട്. അവിടെ നമുക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ എത്തിപ്പെടുന്ന മെഷീൻ നിർബന്ധമായും വേണം, എങ്കിൽ മാത്രമേ അത് തീർക്കുന്നത് അവിടെ ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഈ മരങ്ങൾ മാറ്റണം, അവിടെ നിന്ന് അപ്പുറത്തെ ചെളിയും നീക്കം ചെയ്ത് മാറ്റിയാൽ ഇത് ഒരുപക്ഷെ ഒരുപാട് മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ആളാണ്. കാരണം ഇവിടത്തോളം ആളുകൾ കുടുങ്ങി കിടക്കുന്ന എത്ര ആളുകൾ മിസ്സായിട്ടുണ്ട് എന്നുള്ള കൃത്യമായ കണക്കില്ല. മുണ്ടക്കൈ ഭാഗത്ത് ഒലിച്ചു വന്നതാണ് ഇവിടെ. മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് ഒലിച്ചു വന്ന ആളുകൾ. കാരണം ഈ ഭാഗത്തുള്ള വീടുകളിൽ നിന്നൊക്കെ ആളുകൾ എന്ത് ചെയ്യുന്നു, സുരക്ഷിതമായി ഒഴിവാക്കിയിരുന്നു. അതിനുശേഷമാണ് എന്ത് ചെയ്യുക ഇവിടത്തേക്ക് വന്നടിച്ചത്. ആ അടിഞ്ഞു കിടക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ശരി, യഥാർത്ഥത്തിൽ ഈ തോട് താഴോട്ടൊഴുകുന്ന തോടാണ്. നേരെ തിരിച്ചടിക്കുകയായിരുന്നു ചെയ്തിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പ്രവർത്തനവും കൂടുതൽ മെഷീനറികളും ആവശ്യമാണ്. ഇപ്പോൾ 5 ഹിറ്റാച്ചി ഇവിടെ എത്തിക്കഴിഞ്ഞു. അത് നമുക്ക് കൂടുതൽ എളുപ്പമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അത്രയും മരങ്ങൾ ഇവിടെ കെട്ടിക്കിടക്കുന്നുണ്ട്. ഒരാളുടെ ഹൈറ്റിൽ ചളിയും വെള്ളവും ഉണ്ട്. അതിന് മുകളിലാണ് ഇത്രയും ഒരു ആളുടെ കൂടി ഹൈറ്റിലിൻ്റെ മരം കെട്ടിക്കിടക്കുന്നത്. അതും വലിയ മരങ്ങളാണ്. ഒരു മനുഷ്യനെ കൊണ്ട് 4-5 മനുഷ്യരെ കൊണ്ട് എടുത്തു മാറ്റാൻ പറ്റാത്ത വലിപ്പമുള്ള മരങ്ങളാണ്. തീർച്ചയായും ഈ വില്ലേജ് റോഡ് എന്ന് പറയുന്നത് പുതിയൊരു രക്ഷാപ്രവർത്തനത്തിന്റെ പ്രധാനപ്പെട്ട മേഖലയായി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം വരെ സന്നദ്ധ പ്രവർത്തകരാണ് കഴിഞ്ഞ 2 ദിവസം പ്രവർത്തിച്ചതെങ്കിൽ അവരിൽ നിന്നുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ മന്ത്രി തന്നെ ഇവിടെ കൂടുതൽ ഹിറ്റാച്ചികളെ നിയോഗിക്കുകയായിരുന്നു. തുടർന്ന് NDRF ഉണ്ട്, സേനയുണ്ട്, അതോടൊപ്പം തന്നെ മറ്റ് സന്നദ്ധ പരിശീലനം ലഭിച്ച ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള സേനകളൊക്കെ തന്നെ കൂടുതൽ ആളുകളെ ഇവിടെ നിയോഗിച്ചുകൊണ്ട്, കാരണം ഇവിടെ ഇന്ന് രാവിലെ മാത്രം 2 എണ്ണം കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു കാണുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ്. കാരണം നിരവധി മരങ്ങൾ ഇതെല്ലാം മുണ്ടക്കൈ ഭാഗത്തുനിന്ന് ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്നതാണ്. അതിനോടൊപ്പം സ്വാഭാവികമായും മനുഷ്യ ശരീരങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ മരങ്ങൾ മാറ്റി മനുഷ്യങ്ങൾ കണ്ടെത്തുക എന്ന് പറയുന്ന ദൗത്യം ഇവിടെ ഇതൊരു പ്രധാനപ്പെട്ട ഒരു രക്ഷാദൗത്യത്തിന്റെ ഒരു കേന്ദ്രമായി ഈ വില്ലേജ് റോഡ് മാറുകയാണ്. നേരത്തെ സന്നദ്ധ പ്രവർത്തകൻ പറഞ്ഞതുപോലെ ഈ ഭാഗം നമ്മൾ കാണുന്നതാണ്. ഇതിനപ്പുറത്തേക്ക് ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്ത് കൂടെ പോയി അവിടെ നിന്ന് കൂടി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെളി മാറ്റുമ്പോൾ മാത്രമേ ഇവിടെ എത്ര പേർ കുടുങ്ങിക്കിടന്നിട്ടുണ്ട് എന്നുള്ള അറിയാൻ പറ്റുള്ളൂ, അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. എന്തായാലും ഇന്നത്തെ രക്ഷാദൗത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി ഒരു വില്ലേജ് റോഡ്, ചൂരൽമലയ്ക്ക് സമീപമുള്ള വില്ലേജ് റോഡ് സ്ഥലം മാറുകയാണ്. എന്തായാലും എത്രയും പെട്ടെന്ന് എത്രയും കൂടുതൽ യന്ത്രങ്ങൾ വന്നുകൊണ്ട്, കൂടുതൽ ആളുകൾ വന്നുകൊണ്ട് ഇവിടുത്തെ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാനുള്ളൂ. ഓക്കെ, മുഹമ്മദ് അസ്ലമാണ് വില്ലേജ് റോഡിൽ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് എത്തിച്ചത്. അത് ഇപ്പോൾ കാണുന്നതിനപ്പുറം ചെളി പുതഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്. അവിടേക്ക് എത്തിയാൽ മാത്രമേ, അത് പരിശോധിച്ചാൽ മാത്രമേ എത്രത്തോളം ആളുകൾ അവിടെ പെട്ടുപോയിട്ടുണ്ടെന്ന് വ്യക്തമാവുകയുള്ളൂ. വലിയ ദൗത്യമാണ്, ഒരു മഹാദൗത്യമാണ് അവിടെ ജനങ്ങളും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകരും സൈന്യവും ഒക്കെ തന്നെ ഏറ്റെടുത്തിരിക്കുന്നത് നമുക്കറിയാം. അതേസമയം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുഞ്ചിരിമറ്റം, ഇതിന്റെ ഉരുൾപൊട്ടലിന്റെ ഉത്ഭവസ്ഥാനമായ പുഞ്ചിരിമറ്റത്ത് മീഡിയ വൺ സംഘം എത്തിയിരുന്നു നേരത്തെ തന്നെ. അവിടെ ഭീകരമായ കാഴ്ചകളാണ് ഉള്ളത്. അവിടെ ഈ പറയുന്ന നിലയിൽ തന്നെ നേരത്തെയാണ് നമ്മൾ തുടക്കത്തിൽ ഈ റിപ്പോർട്ടിങ്ങിൻ്റെയൊക്കെ ഏറ്റവും ആദ്യം ചൂരൽമലയിൽ എത്തിയ വെള്ളവും അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങളുമാണ് നമ്മൾ കാണിച്ചതെങ്കിൽ പിന്നീടാണ് നമുക്ക് മുണ്ടക്കൈയിലേക്ക് എത്താൻ കഴിഞ്ഞത്. അപ്പോഴാണ് അതിൻ്റെ ഒരു തീവ്രത എത്രത്തോളം വലുതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രഭവസ്ഥാനമായ പുഞ്ചിരിമറ്റത്ത് എത്തുമ്പോൾ അതിലും കൂടുതൽ ഭീകരമായ അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാജിദ് അജ്മൽ അവിടെ നിന്ന് ചേരുകയാണ്. സാജിദ്, നേരത്തെ പുഞ്ചിരിമറ്റം എന്താണ് എന്ന് സാജിദ് നമുക്ക് വിശദമായി കാണിച്ചു തന്നതാണ്. അവിടെ സംഭവിച്ചത് എന്താണ് എന്നതുകൂടി ഇപ്പോൾ നമുക്ക് കാണാം. എന്താണ് കാഴ്ച?